എല്ലാവർക്കും സുഖം തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഞാനായിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എങ്കിലേ എൻ്റെ വീഡിയോസൊക്കെ ഇനി കറക്റ്റായിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരപലഹാരമാണ്. എൻ്റെ അമ്മേൻ്റെ മാസ്റ്റർ പീസുകളിലൊന്ന്. ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ളൊരു വട്ടയപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെ സിമ്പിളായിട്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് നമുക്കിത് പഠിക്കാം. 1 കപ്പ് പച്ചരി ഉപയോഗിച്ച് ഉണ്ടാക്കാനാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് പച്ചരി. അത് ഞാൻ ഒരു 7 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിൽ കുറവായി പോകരുത് കേട്ടോ. അത് കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ: ചോറ് ആ സെയിം കപ്പ് 250 ml കപ്പിന് 1 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുത്തിരിക്കുന്നത് നമ്മൾ എത്ര പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിന്റെ പകുതി, അതായത് 250 ml കപ്പിന്റെ പകുതി. പിന്നെ തേങ്ങ എടുത്തിരിക്കുന്നത് 150 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഈസ്റ്റും 1 നുള്ളേ ചേർക്കുന്നുള്ളൂ. പിന്നെ വെള്ളം വേണം. വെള്ളത്തിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അരി ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 100 ml വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. അപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റ് ആവും. പഞ്ചസാര അലിയുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇത് നല്ല വെണ്ണ പോലെ അരയണം. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ വെണ്ണ പോലെ അരച്ചെടുത്ത മാവ് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പുളിപ്പിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്കാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. കുറച്ച് വ്യാസമുള്ളതോ പൊക്കമുള്ളതായിട്ടുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ പുളിച്ച് പുറത്ത് പോകും. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങയും ചോറും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടെ അരച്ചെടുക്കാം. ചോറും തേങ്ങയും ഏലക്കായും ജീരകം പൊടിച്ചതും 1 നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1 നുള്ളി ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഈസ്റ്റിന്റെ വ്യത്യാസം അനുസരിച്ച് വേണം ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഞങ്ങളുടെ ഈസ്റ്റ് 1 നുള്ളു മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഈ സാധനത്തിൻ്റെ മേലെ നിൽക്കണം. തേങ്ങയും ലെവൽ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മേലെ നിൽക്കണം. നമ്മൾ അരി ഇട്ടരച്ചപ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചത് അരിയുടെ താഴെയാണ് നിർത്തിയത്. പക്ഷെ ചോറ് അരയ്ക്കുമ്പോൾ അതിൻ്റെ മേലെ നിൽക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ചോറും തേങ്ങയെല്ലാം കൂടെ അരച്ച ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായി വെണ്ണ പോലെ ഞാൻ അരച്ചു. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്ന കേട്ടോ സീക്രട്ട്. ഞാൻ അപ്പത്തിൻ്റെ സമയത്തും പറഞ്ഞിരുന്നു. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് നേരം തന്നെ ഇളക്കിക്കോളുക. ഇനി ഇത് നമ്മൾ ഓവർനൈറ്റ് പുളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 8 മണിക്കൂറെങ്കിലും പുളിക്കണം നന്നായിട്ട്. ഇപ്പം നമ്മൾ പുളിപ്പിക്കാൻ വെക്കുമ്പോഴത്തേക്കും അപ്പത്തിന് ഞാൻ പറഞ്ഞ പോലെ കൗണ്ടർ ടോപ്പിൽ വെക്കരുത്. ഇച്ചിരി പൊക്കി വെക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിന്റെ തണുപ്പ് അടിക്കാത്ത രീതിയിൽ വെക്കുക. അപ്പം നമുക്കിനി ഇത് പുളിച്ചതിന് ശേഷം കാണാം. നമ്മുടെ മാവ് നന്നായി പുളിച്ചിട്ടുണ്ട്. ഞാൻ ഇളക്കാൻ പോവാണ്. ഇനി കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല പതഞ്ഞ് പൊന്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊരു 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ്. നമ്മൾ മാവെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആകും. അപ്പം ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ വട്ടയപ്പം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് അടുപ്പത്തേക്ക് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് വെച്ചത്. ഇനി ആദ്യം ചെയ്യാനുള്ളത് ഒരു പാത്രം ഗ്രീസ് ചെയ്യാന്നുള്ളതാണ്. അല്ല നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായി ഗ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിക്കുമ്പോഴത്തേക്കും പാത്രത്തിൻ്റെ 1/4 ഭാഗം നമ്മൾ ഒഴിക്കുന്നത്. നമ്മുടെ സ്റ്റീമറിലെ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ചുട്ടെടുക്കുന്ന പാത്രം വെക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടായതിനു ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് മാവ് ഒഴിക്കാം. ഒരു 1/4 പാത്രം മാവേ ഒഴിക്കാവുള്ളൂ കേട്ടോ. മാവ് ഒഴിച്ച ഉടനെ തന്നെ പാത്രം മൂടി വെക്കുക. ഞാനത് മാവ് ഒഴിച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കശുവണ്ടിയോ മുന്തിരിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ വെക്കാവുന്നതാണ്. അധികം നേരം തുറന്ന് വെക്കരുത്, വട്ടയപ്പം താന്നു പോകും. വേഗം വെച്ചിട്ട് വേഗം അടയ്ക്കുക കേട്ടോ. നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റോളം ഞാൻ ആവി കയറ്റിയിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തിപ്പോൾ എടുത്ത് വെച്ചതാണ്. ആവി കയറ്റിയതിന് ശേഷം
തീ ഓഫാക്കിയിട്ട് അടച്ചു വെക്കരുത് പാത്രം. അതിൻ്റെ അകത്ത് ആവിവെള്ളം മുഴുവൻ എൻ്റെ പുറത്തേക്ക് വീഴും. അപ്പോൾ വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തേക്ക് എടുക്കും. ഇനി വെന്തോ ടെസ്റ്റ് ചെയ്യുന്നത് നടുക്കൊരു ഇർക്കിലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി കൊണ്ടൊന്ന് കുത്തി നോക്കി അതിനകത്ത് മാവ് വരുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ടാകും. മാവ് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ വെന്തിട്ടില്ലെങ്കിൽ അടുപ്പത്ത് വെച്ചൊന്നും കൂടെ ആവി കയറ്റുക. അങ്ങനെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഡീമോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊട്ടിയൊക്കെ പോകും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ അടിപൊളി വട്ടയപ്പമാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഈ പറഞ്ഞ റെസിപ്പി അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും പഞ്ഞി പോലത്തെ ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വായിലിട്ട് അലിഞ്ഞു പോകും. അടിപൊളി മധുരമൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യും വേണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം അടുത്ത ഡിഷായി കാണുന്നവരെ ബൈ.